NSS ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്ന് മുൻമന്ത്രി ഗണേഷ് കുമാറിനെ മാറ്റി. NSS ബജറ്റ് സമ്മേളനത്തിലാണ് ഈ തീരുമാനം. പത്തനാപുരത്തെ താലൂക്ക് യൂണിയൻ തർക്കത്തെ തുടർന്നാണ് അംഗത്വം പുതുക്കി നൽകാതിരുന്നത്. ജനാധിപത്യ തീരുമാനമല്ലെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു. തനിക്കെതിരെ പ്രതികരിക്കുന്നവരുടെ അഡ്രസ് ഉണ്ടാകില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ്സ് കാണുകയല്ലേ. ഞങ്ങൾക്ക് ഇത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന വേറെ കിട്ടാതിരിക്കുന്ന ആളുകൾ കൊടുക്കണ്ടേ. ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേരെ മാറ്റും, ചിലപ്പോൾ 3 പേരെ മാറ്റും. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? എൻ്റെ അപ്പൂപ്പൻ്റെ കാലം, ഒന്നത്താചാര്യൻ്റെ കാലം മുതൽ എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ NSSുമായി നല്ല ബന്ധമാണ്. എനിക്ക് എന്നും നല്ല ബന്ധമാണ്, ഇനിയും നല്ല ബന്ധമായിരിക്കും. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഞാൻ ജനറൽ സെക്രട്ടറിയുടെ കൂടെയുണ്ട്. ഈ നിമിഷം അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇത് അവിടെ ഒരു ജനാധിപത്യം ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ എനിക്ക് കഴിയും എവിടെയും. പക്ഷെ ഞാൻ ഒരിക്കലും NSSനെതിരെ കേസിന് പോവുകയോ കോടതിയിൽ പോവുകയോ ചെയ്യില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്. ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, നാളുകളായി തുടരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ പുറത്താക്കൽ ഔദ്യോഗികമായി തീരുമാനം വന്നതോടുകൂടി ആ പ്രതികരണങ്ങളും തെരുവിലേക്ക് നീളുകയാണല്ലേ? അസിത, തീർച്ചയായിട്ടും NSSനുള്ളിലാണ് ഈ ചർച്ചകൾ നടന്നതെങ്കിലും അതിന്റെ നടപടി വന്നതിന് പിന്നാലെയുള്ള പ്രതികരണങ്ങളാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്ന് ബജറ്റ് സമ്മേളന വേളയിലാണ് ഈ അംഗത്വം, അതായത് ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്നും ഗണേഷ് കുമാറിനെ പൂർണ്ണമായും മാറ്റിയത്. 9 പേരുടെ അംഗത്വം പുതുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 8 പേരുടെയും പുതുക്കി. പക്ഷേ ഗണേഷ് കുമാറിന്റെ മാത്രം പുതുക്കാതിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണമായി പറയുന്നത് പുനലൂരുമായി ബന്ധപ്പെട്ട താലൂക്ക് യൂണിയനിലെ പ്രശ്നങ്ങൾ, പത്തനാപുരത്തെ താലൂക്ക് യൂണിയനിലുണ്ടായ ആ അഴിമതി ആരോപണവും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ്. നിലവിൽ താലൂക്ക് യൂണിയനിൽ പിരിച്ചുവിട്ട് അവിടെ അഡ്ഹോക് കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന 11 അംഗങ്ങൾ രാജിവെക്കുകയും ചെയ്തു. ആ വെച്ച അംഗങ്ങളെ അടക്കം കേട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഗണേഷ് കുമാർ പറയുന്നത് ഈ പത്തനാപുരത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 12 പേരുടെയും പിന്തുണ തനിക്കുണ്ടായിരുന്നു എന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് കാണാതെയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് അത് ജനാധിപത്യപരമല്ല തീരുമാനമെന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായത്. തനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിനെതിരെ നിൽക്കുകയാണെങ്കിൽ അവരുടെ അഡ്രസ് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും നടത്തിയിരിക്കുന്നത്. അസിത. ശരി, ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.